വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഈ ബോറിംഗ് സാലഡൊക്കെ കഴിച്ചു മടുത്തുന്നുണ്ടെങ്കിലേ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയേ, സംഭവം അടിപൊളിയാണ്. ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഫുഡ് കഴിക്കണമെന്ന് നമുക്കറിയാം. എന്നാൽ എന്നും ഈ ചിക്കനും ഫിഷും മുട്ടയൊക്കെ തന്നെ കഴിക്കാൻ ഒരു ചെറിയ മടുപ്പ് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വെജിറ്റേറിയൻ പ്രോട്ടീൻ സോഴ്സസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സാലഡ്, പ്രോട്ടീൻ റിച്ച് ആണെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് എണ്ണ, ഞാനിവിടെ ഒലിവ് ഓയിലാണ് കുറച്ച് സ്പ്രേ ചെയ്തേക്കുന്നത്, അതിലേക്ക് ഒരു 100 ഗ്രാം പനീർ വേണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് മതി, അത് റെഡി ആയി കിട്ടും. ഒരു ഗോൾഡൻ കളർ ഒന്ന് കുറച്ചൊന്ന് മൊരിഞ്ഞ് കിട്ടുക എന്ന് പറയില്ലേ, ആ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് എടുക്കാം. ഷഡൗഡേ എന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയായി കിട്ടും കേട്ടോ. പ്രോട്ടീൻ റിച്ച് ആണ്, വെയിറ്റ് ലോസിന്, ഓവറോൾ ഹെൽത്തിന് എല്ലാത്തിനും നല്ലതാണ്. പനീർ കൂടാതെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് ഈ കടല പുഴുങ്ങിയതാണ്. ഇത് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുത്താൽ മാത്രം മതി. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യുക്കമ്പർ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈബർ ഒക്കെ ആവശ്യത്തിന് തട്ടിക്കും, ഒട്ടും പിശുക്ക് കാണിക്കണ്ട കേട്ടോ. എന്തൊക്കെ വെജിറ്റബിൾസ് റോ ആയിട്ട് കഴിക്കാൻ പറ്റുമോ അതെല്ലാം ആഡ് ചെയ്തു, അത്രയും നല്ലതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില വിട്ട് ഒരു കളിയില്ല, ഫ്ലേവർ അത്രയധികം ആഡ് ചെയ്യും, എൻഹാൻസ് ചെയ്യും കേട്ടോ. ഇനി ഡ്രസ്സിങ്ങിന് നമുക്ക് വേണ്ടത് ഗ്രീക്ക് യോഗട്ടാണ്. ഫ്ലേവേർഡ് യോഗട്ട് ഒന്നും എടുത്തേക്കരുത്, ഗ്രീക്ക് യോഗട്ട് എടുക്കാം, അല്ലെങ്കിൽ തൈരാണേലും കുഴപ്പമില്ല. 2 സ്പൂൺ മതിയാകും. അതിലേക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു സ്മോൾ ടു മീഡിയം സൈസ് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ വേവിച്ചെടുത്ത കടലില്ലേ, അതിൻ്റെ ഒരു 2 സ്പൂൺ ഇതിലേക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഗാർലിക്കും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്യണേ. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഒരുപാട് ലൂസായി പോകരുത്, ഒരുപാട് കട്ടിയാവരുത്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റണം എന്ന നിർബന്ധമൊന്നുമില്ല, ആ മിക്സ് ചെയ്ത ബൗളിൽ തന്നെ കഴിക്കാമെന്നുള്ളൂ. പിന്നെ ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് വാങ്ങിയ ബൗളാണ്, അപ്പോൾ പിന്നെ എനിക്കും ഇല്ലേ ആഗ്രഹങ്ങളൊക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതങ്ങോട്ട് കഴിക്കുക. പനീറിൻ്റെയും കടലേൻ്റെ ടേസ്റ്റും പിന്നെ മല്ലിയിലേൻ്റെ ആ ഒരു ഫ്ലേവറും ലെമണും ഉപ്പും എരിവും ഒക്കെ കൂടെ പാകത്തിനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കിടിലൻ സാലഡ്. റെസിപ്പി മറന്നു പോകുന്നതിന് മുമ്പ് ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോ. ഇതുപോലത്തെ മോർ റെസിപ്പീസിനായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ.